Hello guys, Sonia Miss here. Class 7 Basic Science 7th chapter Human Body Wonder Circulation, Excretion and Nervous Coordination എന്ന ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. യെസ്, നിങ്ങളോട് ചോദിക്കും വാട്ട് ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് ബ്ലഡ്, അതായത് ബ്ലഡിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്. നിങ്ങൾക്കറിയാം പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, WBC അഥവാ വെളുത്ത രക്താണുക്കൾ, RBC അഥവാ ചുവന്ന രക്താണുക്കൾ. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? പ്ലാസ്മ ആണെങ്കിൽ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ആണ്, ദ്രാവക ഭാഗം അല്ലേ. ദെൻ പെയിൽ ഇൻ കളർ, പെയിൽ യെല്ലോ അല്ലെ, ഇളം മഞ്ഞ നിറമാണ്, ഗ്ലൂക്കോസ് ക്യാരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ WBC അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ അതുപോലെ തന്നെ RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. WBC അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ ആണെങ്കിൽ നോ ഡെഫിനറ്റ് ഷേപ്പില്ല, ഇവിടെയാണെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് ആണ്. ഇവിടെ ന്യൂക്ലിയസ് അഥവാ മർമ്മമുണ്ട്, ഇവിടെയാണെങ്കിൽ എന്താണ് ന്യൂക്ലിയസ് അഥവാ മർമ്മമില്ല. ഇവിടെ പാത്തജൻസിനെ നശിപ്പിക്കും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യും. RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളാണെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്, ആണ് റെഡ് ഉള്ളതുകൊണ്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ദെൻ നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതാൻ. ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും വിനിമയമാണ് ഇവിടെ നടക്കുന്നത്. യെസ്, ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, യെസ് എന്ന് കമൻറ്റ് ചെയ്യുക.